Pedigree analysis. Pedigrees are diagrams that show the relationships among the members of a family. ഒരു ഫാമിലിയിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ പെഡിഗ്രീസിൻ്റെ മേജർ ആയിട്ടുള്ള യൂസസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ യൂസ്, they are used to trace the inheritance pattern of traits within families. ഒരു ഫാമിലിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ട്രേറ്റ് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ട്രേസ് ചെയ്യാൻ പെഡിഗ്രി ഉപയോഗിച്ച് സാധിക്കും. ഈ രണ്ടാമത്തെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സിനെ ട്രേസ് ചെയ്ത് അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് പെഡിഗ്രി ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് ജനറ്റിക് കൗൺസിലിംഗ് നടത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ സെഷനിൽ നമ്മുടെ മേജർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജനറ്റിക് കൗൺസിലിംഗ് എന്നുള്ളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം പെഡിഗ്രി അനാലിസിസിനെ കുറിച്ച് പറയും. ഡീറ്റെയിൽഡ് ആയിട്ട് ജനറ്റിക് കൗൺസിലിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ പെഡിഗ്രി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡയഗ്രംസ് ഉപയോഗിച്ചിട്ട് ഫാമിലി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ സിമ്പിൾസ് ഉണ്ട്. ആദ്യമേ തന്നെ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫീമെയിലിനെ ഇവിടെ പെഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ സർക്കിളാണ്. ദെൻ മെയിലിനെ സ്ക്വയർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു ജനറേഷനിലുള്ള ഇൻഡിവിജ്വലിൻ്റെ സെക്സ് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുക. സെക്സ് അറിയത്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ സെക്സ് അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൈസ് ഉപയോഗിക്കും, ഒരു ഡയമണ്ട് ഷേപ്പ് ഉപയോഗിക്കും. ഓക്കെ, ഇനി മെയിലിനെയും ഫീമെയിലിനെയും ഷെയ്ഡഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ഷെയ്ഡഡ് ആയിട്ട് കാണാം, അതുപോലെ തന്നെ മെയിലും ഷെയ്ഡഡ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് വിത്ത് ദ കറസ്പോണ്ടിങ് ട്രേറ്റ് ആണ്. നമ്മൾ ഏത് ട്രേറ്റിനെ കുറിച്ചിട്ടാണോ പെഡിഗ്രി ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേറ്റ് ഉള്ള ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യും, ഷെയ്ഡ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി ഡയഗണലായിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്ത മെയിൽ ഫീമെയിൽ സിമ്പിൾസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മെയിലിനെയും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഫീമെയിലിനെയും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിസീസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ്. റീസെൻ്റ്ലി ഡെഡ് ആയി പോയിട്ടുള്ള, മരിച്ചു പോയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് ഇങ്ങനെയുള്ള ഡയഗ്രാം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിമ്പിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഉള്ളത് ഈ മെയിൽ സിമ്പിളിനകത്ത് ഇവിടെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽ സിമ്പിളിനകത്ത് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ഇൻഡിക്കേറ്റഡ് സെക്സ്. ഇപ്പം ഒരു ജനറേഷനകത്ത് 4 ആൺകുട്ടികളുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഒരു സ്ക്വയറിനകത്ത് നമ്മൾ അറബിക് ന്യൂമറലായിട്ടുള്ള 4 കൊടുക്കും. ഇനി ഒരു ജനറേഷനകത്ത് 3 പെൺകുട്ടികളാണെങ്കിൽ എന്ത് കൊടുക്കും, സർക്കിളിനകത്ത് അറബിക് ന്യൂമറലായിട്ടുള്ള 3 കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ പെഡിഗ്രി കൊടുത്തിട്ടുണ്ട്. 2 ജനറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ റോമൻ ന്യൂമറൽസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ജനറേഷൻ. സോ ദീസ് 2 ഇൻഡിവിജ്വൽസ് ബിലോങ് ടു ദ ഫസ്റ്റ് ജനറേഷൻ. ദെൻ ദീസ് 4 ഇൻഡിവിജ്വൽസ് ബിലോങ് ടു ദ സെക്കൻഡ് ജനറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെയിലും ഫീമെയിലും തമ്മിൽ മേറ്റ് ചെയ്ത് അവർക്ക് ഓസ്പ്രിങ്സ് ഉണ്ടായിരിക്കുകയാണ്. ആ ഓസ്പ്രിങ്സിൻ്റെ ഓർഡർ ഓഫ് ബർത്ത് ആണ് 1 2 3 4 എന്ന് പറഞ്ഞ് അറബിക് ന്യൂമറൽസിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവർക്ക് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ട്. ഇവരെ മേറ്റിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മെയിലിനെയും ഫീമെയിലിനെയും പരസ്പരം ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി അവരുടെ ഓസ്പ്രിങ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ ലൈനും വരച്ചിരിക്കുന്നു. അതിൽ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് 1 2 3 4 ഇൻഡിവിജ്വൽസിനെ ഓസ്പ്രിങ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ജനറേഷനിൽ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ ഒരു ഇൻഡിവിജ്വലിന് കൺസേൺഡ് ആയിട്ടുള്ള ട്രെയ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഇൻഡിവിജ്വലിനെ ഇവിടെ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിൽ റോമൻ ന്യൂമറൽസിൽ ജനറേഷൻസ്, പിന്നെ എന്താണ് അറബിക് ന്യൂമറൽസ് ഉപയോഗിച്ചിട്ട് ഒരു ജനറേഷനിലുള്ള ഇൻഡിവിജ്വൽസിനെ ഓർഡറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് മേറ്റിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സിംഗിൾ ലൈനാണ് സാധാരണ രീതിയിൽ കാണിക്കുന്നത്. ഇനി ചിലപ്പോൾ ചില കേസിലൊക്കെ ഡബിൾ ലൈൻ വരയ്ക്കും. ഒരു മെയിലും ഒരു ഫീമെയിലും തമ്മിൽ ഡബിൾ ലൈൻ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജസിനെയാണ് അല്ലെങ്കിൽ മീറ്റിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കോൺസാഗ്യുനസ് മീറ്റിംഗ് എന്നാണ് ആ ടൈപ്പ് മീറ്റിങ്ങിന് പറയുന്നത്. അതായത് കസിൻസ്, ജനറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് പരസ്പരം മീറ്റ് ചെയ്ത് അവർക്ക് പ്രോജനി ഉണ്ടാകുന്ന ആ പർട്ടിക്കുലർ ക്രോസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ലൈനിന് പകരം ഡബിൾ ലൈൻ യൂസ് ചെയ്യും. ഇനി അടുത്തത് പെഡിഗ്രീസ് ഓഫ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ് ആൻഡ് പെഡിഗ്രീസ് ഓഫ് ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ്സ്. ഇപ്പോൾ പലതരത്തിലുള്ള പെഡിഗ്രീസ് ഉണ്ട്. അതിനകത്ത് 2 ടൈപ്പ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ജനറ്റിക് കൗൺസിലിംഗ് പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പെഡിഗ്രീസ് ഓഫ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റും ദെൻ പെഡിഗ്രീസ് ഓഫ് ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റിൻ്റെ പെഡിഗ്രിയുടെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ട്രേറ്റ് കോസ്ഡ് ബൈ ഡോമിനൻ്റ് അല്ലീൽസ് ആർ ദ ഈസിയസ്റ്റ് ടു ഐഡൻറ്റിഫൈ. ഇപ്പോൾ ഒരു ഓട്ടോസോമൽ ഡോമിനൻ്റ് അല്ലീലിൻ്റെ ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ഒരു പെഡിഗ്രിയെ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എവറി ഇൻഡിവിജ്വൽ ഹൂ ക്യാരീസ് ദ ഡോമിനൻ്റ് അല്ലീൽ മാനിഫെസ്റ്റ് ദ ട്രേറ്റ്. ഇപ്പോൾ ഡോമിനൻ്റ് അല്ലീൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ മതി ആ ഇൻഡിവിജ്വലിന് ആ പർട്ടിക്കുലർ ട്രേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡോമിനൻ്റ് അല്ലീൽ ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വിത്ത് ദ ട്രേറ്റ് ഏതൊക്കെ ജീനോടൈപ്പ് പോസിബിൾ ആണ്? ക്യാപിറ്റൽ എ ദാറ്റ് ഈസ് ഹോമോസൈഗസ് ഡോമിനൻറ്റ്, ദെൻ ക്യാപിറ്റൽ എ സ്മോൾ എ. ഈ 2 ജീനോടൈപ്പും ട്രേറ്റിനെ എക്സ്പ്രസ് ചെയ്യും. അപ്പം നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വിത്തൗട്ട് ദ ട്രേറ്റ് ഏതായിരിക്കും? ഹോമോസൈഗസ് റെസസീവ് ആണ്, ദാറ്റ് ഈസ് സ്മോൾ എ. ഓക്കെ, എവരി അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 1 അഫക്റ്റഡ് പേരൻറ്റ്. ഓരോ അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനും അറ്റ്ലീസ്റ്റ് ഒരു പേരൻ്റെങ്കിലും അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതും ഈ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റിൻ്റെ പെഡിഗ്രിയിലുള്ള ഒരു മാർക്കിംഗ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്, ഒരു ഫീച്ചറാണ്, സ്പെഷ്യൽ ഫീച്ചറാണ്. അതൊരിക്കലും ജനറേഷൻസ് സ്കിപ്പ് ചെയ്യല. ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ജനറേഷനിലുണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലും കാണും. അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഉറപ്പായിട്ടും അഫക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേരൻ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഒരു സാമ്പിൾ പെഡിഗ്രി ഷോയിങ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ആൻ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ 5 ജനറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ജനറേഷനിലും ഈ ട്രേറ്റ് ഉള്ള ഇൻഡിവിജ്വൽസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അവിടെ മെയിൽ അഫക്റ്റഡ് ആണ്, ഫീമെയിൽ അൺഅഫക്റ്റഡ്. ഓക്കെ, ഇപ്പം മെയിൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആകാം, ഹെട്രോസൈഗസ് ആകാം. ഓക്കെ, 2 പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോഴേക്കിന് അവർക്ക് എത്ര കുട്ടികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? 1, 2, 3, 4, 5. 1, 2, then 3, 4 and 5. അതായത് എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ? 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. 1, 2, 3, then 1, 2. 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ് ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും ഈ പർട്ടിക്കുലർ ട്രേറ്റ് ഉണ്ട്. അതിനർത്ഥം ഈ അച്ഛൻ ഏത് കണ്ടീഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം അമ്മ ഫീമെയിൽ പേരൻ്റ് എന്ന് പറയുന്നത് അൺഅഫക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ട്രേറ്റ് ഇല്ല. അതിൻ്റെ അർത്ഥം അവർ ഹോമോസൈഗസ് റെസസീവ് ആണ്. ഇനി ഇതിൽ നിന്ന്, ഈ ക്രോസിൽ നിന്ന് അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രേറ്റ് ഉള്ള ഇൻഡിവിജ്വലും ട്രേറ്റ് ഇല്ലാത്ത ഇൻഡിവിജ്വലും തമ്മിൽ ക്രോസ് ചെയ്ത് ട്രേറ്റ് ഇല്ലാത്ത ഇൻഡിവിജ്വൽസ് ഉണ്ടാകണമെങ്കിൽ മെയിലും എന്ത് ചെയ്യണം? സ്മോൾ എയെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് മെയിൽ സൈഡിൽ നിന്നുള്ള സ്മോൾ എയും ഫീമെയിൽ സൈഡിൽ നിന്നുള്ള സ്മോൾ എയും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സ്മോൾ എ ഇവിടെ 3 കേസിലും ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു മെയിലും ഒരു ഫീമെയിലും അഗെയിൻ ഒരു മെയിലും. ഓക്കെ, അപ്പം ഈ മെയിൽ പേരൻ്റ് എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആണ്, ക്യാപിറ്റൽ എ സ്മോൾ എ ആണ്. ഈ ഫീമെയിൽ സ്മോൾ എ ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്.
ഓക്കെ, ഇപ്പം അവരുടെ ഫസ്റ്റ് ജനറേഷനിൽ അങ്ങനെയാണ് പോകുന്നത്. എത്ര ഫീമെയിൽസ് ആണ്? 2 ഫീമെയിൽസും 3 മെയിൽസും. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഫസ്റ്റ് ജനറേഷനിലുള്ള അവരുടെ ഓസ്പ്രിങ്സ് ആയിട്ടുള്ള, അതായത് സെക്കൻഡ് ജനറേഷനാണ്. ആ ജനറേഷനിലുള്ള ആ ഫീമെയിൽ വേറൊരു മെയിലുമായിട്ട്, അൺഅഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു മെയിലുമായിട്ട് ക്രോസ് ചെയ്തിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നു. ആ ജനറേഷനിൽ 2 ആൺകുട്ടികളാണ് ഉണ്ടാകുന്നത്. ആ 2 ആൺകുട്ടികളിനകത്ത് ഒരാൾക്ക് ഈ പറഞ്ഞ ട്രെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ജനറേഷനിലുള്ള മെയിൽ ഇൻഡിവിജ്വൽ വേറെ ഒരു ഫീമെയിലുമായിട്ട് ഔട്ട്സൈഡ് ദ ഫാമിലി എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. ആ കപ്പിളിന് 2 ഫീമെയിൽസാണ് ഉണ്ടാകുന്നത്. 2 ഫീമെയിൽസും അൺഅഫക്റ്റഡ് ആണ്. ഓക്കെ, ഇനി അങ്ങനെ തേർഡ് ജനറേഷൻ ഉണ്ടായി. ആ തേർഡ് ജനറേഷനിലുണ്ടായ മെയിലും പിന്നെ വേറൊരു ഫീമെയിലുമായിട്ട് ക്രോസ് ചെയ്ത് അടുത്ത ഫോർത്ത് ജനറേഷൻ ഉണ്ടാകുന്നു. ആ ഫോർത്ത് ജനറേഷനിൽ അവർക്കുണ്ടായ 2 കുട്ടികളിൽ ഒരു കുട്ടി അഫക്റ്റഡ് ആണ് ആ ട്രെയിറ്റ് കൊണ്ട്. ഓക്കെ, ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലുമായിട്ട് മീറ്റ് ചെയ്യുന്നു. അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നു, 2 പെൺകുട്ടികൾ, അതിനകത്ത് ഒരു ഇൻഡിവിജ്വൽ അഫക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നോക്കിയേ. ഇവിടെ ഈ ഓസ്പ്രിങ്സിന് 2 പേർക്കുണ്ട്. അപ്പോൾ പ്രീവിയസ് ജനറേഷനിൽ ഒരു പേരൻറ്റിനുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഡിവിജ്വലിൻ്റെ ഒരു പേരൻറ്റിന് ഈ പറഞ്ഞ ട്രെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയുമുണ്ട്. അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് അറ്റ്ലീസ്റ്റ് ഒരു പേരൻ്റെങ്കിലും അഫക്റ്റഡ് ആയിട്ട് കാണും, ആ ട്രെയിറ്റ് ഉള്ള ഇൻഡിവിജ്വലായിട്ട് കാണും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം, ഈ 2 ഇൻഡിവിജ്വൽസിനും ഇല്ലല്ലോ, പക്ഷേ പ്രീവിയസ് ജനറേഷനിൽ ഉണ്ടാവല്ലോ എന്നുള്ളൊരു കണ്ടീഷൻ. അതും വരാം, കാരണം ഈ ഇൻഡിവിജ്വൽ ഹെറ്ററോസൈഗോട്ടാണ്, ഇത് ഹോമോസൈഗസ് റെസസീവ് ആണ്. അപ്പോൾ സ്മോൾ എ ചേർന്ന് 2 ഫീമെയിൽസ് ഉണ്ടായി. 2 പേരും ഒരേ തരത്തിലുള്ള ജീനോടൈപ്പിൽ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. എവരി അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 1 അഫക്റ്റഡ് പേരൻറ്റ്. അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ജനറേഷനിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ആ അഫക്റ്റഡ് ഇൻഡിവിജ്വലിന് അറ്റ്ലീസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേരൻറ്റ് കാണും. ഇപ്പോൾ ഈ ഇൻഡിവിജ്വലിൻ്റെ പേരൻറ്റിൽ ഒരാൾക്കുണ്ട്, ഈ ഇൻഡിവിജ്വലിൻ്റെ പേരൻറ്റിൽ ഒരാൾക്കുണ്ട്. അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെല്ലാം ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള പേരൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ഡോമിനൻ്റ് ട്രെയിറ്റിൻ്റെ ഒരു പെഡിഗ്രി എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ജനറേഷൻ സ്കിപ്പ് ചെയ്യുന്നൊരു പാറ്റേൺ സാധാരണ രീതിയിൽ കാണിക്കാറില്ല. ഓക്കെ, ഇപ്പോൾ ഇനി സെക്കൻഡ് കാറ്റഗറിയാണ് പെഡിഗ്രീസ് ഓഫ് ഓട്ടോസോമൽ റെസസീവ് ട്രെയിറ്റ് എന്ന് പറയുന്നത്. റെസസീവ് ട്രെയിറ്റ്സ് ആർ നോട്ട് ഈസി ടു ഐഡൻറ്റിഫൈ ബിക്കോസ് ദേ മേ ഒക്കർ ഇൻ ഇൻഡിവിജ്വൽസ് ഹൂസ് പേരൻസ് ആർ നോട്ട് അഫക്റ്റഡ്. അതായത് ഡോമിനൻ്റ് ട്രെയിറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഓസ്പ്രിങ്ങിന് ട്രെയിറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേരൻറ്റിന് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ട്രെയിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ റെസസീവ് ട്രെയിറ്റ്സ് അങ്ങനെയല്ല. അഫക്റ്റഡ് അല്ലാത്ത ഇൻഡിവിജ്വൽസിനും ഈ ട്രെയിറ്റ് ഉള്ള ഓസ്പ്രിങ്സ് ഉണ്ടാകാം. Recessive traits are not easy to identify because they may occur in individuals whose parents are not affected. അപ്പോൾ അതുകൊണ്ട് റെസസീവ് ട്രെയ്റ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കില്ല. Sometimes several generations of pedigree data are needed to trace the transmission of a recessive allele. ഇപ്പോൾ റെസസീവ് അല്ലീലിൻ്റെ ട്രാൻസ്മിഷൻ പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ ജനറേഷൻ്റെ പെഡിഗ്രി ഡേറ്റ വേണം എന്നുള്ളതാണ്. കാരണം ഈ റെസസീവ് അല്ലീലിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെ സ്കിപ്പിംഗ് ജനറേഷൻ ട്രെൻഡ് കാണിക്കും. ഓക്കെ, അതായത് പല ജനറേഷനിലും ആ പർട്ടിക്കുലർ അല്ലീലിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു 5-6 ജനറേഷൻസിന് ശേഷമായിരിക്കും ആ അല്ലീൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊണ്ട് റെസസീവ് അല്ലീൽസിൻ്റെ റെസസീവ് ട്രെയ്റ്റ്സിനെ ജനറ്റിക്കലി ട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. Rare recessive traits are more likely to appear in a pedigree when spouses are related to each other. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജനറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള മീറ്റിങ്ങിനെ കോൺസാങ്ഗ്വിനസ് മീറ്റിംഗ് എന്ന് വിളിക്കും. ഈ കോൺസാങ്ഗ്വിനസ് മീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ആണ് റെസസീവ് ട്രെയ്റ്റ്സ് സാധാരണ രീതിയിൽ ഫാമിലിയിൽ ഫിക്സ്ഡ് ആവുന്നത്.
അതായത് കോൺസാങ്ഗ്വിനസ് മീറ്റിംഗ് റെസസീവ് ട്രേറ്റ്സിനെ ഫാമിലിയിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ കാരണമാകുന്നതാണ്. റെയർ റെസസീവ് ട്രേറ്റ്സ് ആർ മോർ ലൈക്ലി ടു അപ്പിയർ ഇൻ എ പെഡിഗ്രി വെൻ സ്പൗസസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അതായത് ഇതിന് പലതരത്തിലുള്ള റോയൽ ഫാമിലീസിൻ്റെയൊക്കെ പെഡിഗ്രീസ് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ അവിടെ ആ ഡൈനാസ്റ്റികളിലൊക്കെ അവർ പരസ്പരം എന്താണ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് മാരി ചെയ്യുന്നത്. അപ്പോൾ റെസസീവ് ആയിട്ടുള്ള ഡിസോർഡർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹീമോഫീലിയ പോലെയുള്ള ഡിസോർഡർ, ആ ഡിസോർഡർ ഇപ്പം ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലൊക്കെ അത് ഇങ്ങനെ കോൺസാങ്ഗ്വിനസ് മാരേജ് വഴി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതൊരു റെയറായിട്ടുള്ള ഒരു റെസസീവ് ട്രെയ്റ്റ് ആണ്. പക്ഷേ അത് ആ ഫാമിലിയിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺസാങ്ഗ്വിനസ് മേറ്റിംഗ് ആണ്. ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെയുള്ള ഒരു പെഡിഗ്രി, സാമ്പിൾ പെഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസസീവ് ട്രെയ്റ്റ് എപ്പോഴാണ് എക്സ്പ്രസ്ഡ് ആകുന്നത്? ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിലാണ്. ദാറ്റ് ഈസ് സ്മോൾ എ. നോർമൽ, അൺഅഫക്റ്റഡ്, വിത്തൗട്ട് ദ ട്രെയ്റ്റ് ഏതൊക്കെ ജീനോടൈപ്പ് ആയിരിക്കും? ഹോമോസൈഗസ് ഡോമിനൻ്റ് ആൻഡ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 5 ജനറേഷനുള്ള പെഡിഗ്രി, സാമ്പിൾ പെഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ആ സാമ്പിൾ പെഡിഗ്രിക്കകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 ജനറേഷൻസിൽ ഈ പർട്ടിക്കുലർ ട്രെയ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു ഇൻഡിവിജ്വലിനും ഈ ട്രെയ്റ്റ് ഇല്ല. പക്ഷേ 4ാമത്തെ ജനറേഷനിൽ ഈ ട്രെയ്റ്റ് വന്നു. ഇനി 5ാമത്തെ ജനറേഷനിലും അത് ഉണ്ടായി. അപ്പോൾ ഇതേപോലെ ജനറേഷൻസ് സ്കിപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് റെസസീവ് ട്രെയ്റ്റിന് ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇൻഡിവിജ്വലിൻ്റെ ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ പേരൻസിൻ്റെ ജീനോടൈപ്പ് പെട്ടെന്ന് നേരത്തെ ഡോമിനൻ്റ് ട്രെയ്റ്റിൻ്റെ പെഡിഗ്രിയെ ബേസ് ചെയ്ത് പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരാൾ അഫക്റ്റഡും ഒരാൾ അൺഅഫക്റ്റഡുമാണ്. അവർക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള ചൈൽഡും അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ചൈൽഡും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ 2 പേരും സ്മോൾ എ അല്ലിലിനെ ഇയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ക്യാപിറ്റൽ എ സ്മോൾ എ ഡിസീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയ്റ്റ് ഉള്ള ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് ഹെട്രോസൈഗസും ക്യാപിറ്റൽ എ സ്മോൾ എയും, ട്രെയ്റ്റ് ഇല്ലാത്ത ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് സ്മോൾ എയുമാണ്. അപ്പം 2 പേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്മോൾ എ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ സ്മോൾ എ എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ വന്നത്. ഓക്കെ, അപ്പം 2 പേരുടെയും പേരൻസിൻ്റെയും അതുപോലെ തന്നെ ഓസ്പ്രിങ്സിൻ്റെയും ജീനോടൈപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഇത് ക്യാപിറ്റൽ എ സ്മോൾ എ ആണ്, ഇത് സ്മോൾ എ ആണ്. ഇയാൾ ഈ പെൺകുട്ടി ഏതായിരിക്കും? അൺഅഫക്റ്റഡ് ആണ്. അപ്പം ഏത് രീതിയിലാണ് വരുന്നത്? സ്മോൾ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലാണ്. ഇയാളപ്പോൾ ഏതായിരിക്കും? ഇവിടെ ഡോമിനൻ്റ് അല്ലീലിൻ്റെ ഇൻഫ്ലുവൻസ് വേണം അല്ലേ ഈ പർട്ടിക്കുലർ ട്രെയ്റ്റ് വരണമെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എയും ഇവിടെ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്മോൾ എയും, അപ്പം ക്യാപിറ്റൽ എ സ്മോൾ എ. ഇത് നമുക്ക് ഈസി ആയിട്ട് ഡോമിനൻ്റ് ട്രെയ്റ്റിനകത്ത് പറയാൻ പറ്റും. പക്ഷേ അതുപോലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നടത്താൻ പറ്റില്ല. ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സ്മോൾ എ ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അയാളുടെ പേരൻസിൻ്റെ ജീനോടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒറ്റ നോട്ടത്തിലൊന്നും പറയാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ജനറേഷൻസ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് റെസസീവ് ട്രെയ്റ്റ്സിൻ്റെ പെഡിഗ്രീസ് വളരെ ഡിഫിക്കൽട്ടായിട്ട് മാത്രമേ ഉള്ളൂ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. റെസസീവ് ട്രെയ്റ്റ്സ് ആർ നോട്ട് ഈസി ടു ഐഡൻറ്റിഫൈ ബിക്കോസ് they may occur in individuals whose parents are not affected. ഓക്കെ, പേരൻസ് അഫക്റ്റഡ് അല്ലാത്ത ഇൻഡിവിജ്വൽസിൽ പോലും എന്തുണ്ടാകാം? ഈ പർട്ടിക്കുലർ ട്രെയ്റ്റിൻ്റെ ഓൺസെറ്റ് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് റെസസീവ് ട്രെയ്റ്റിൻ്റെയും ഡോമിനൻ്റ് ട്രെയ്റ്റിൻ്റെയും പെഡിഗ്രീസ് തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത്.